ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നിപ്പോൾ ഞാൻ എവിടെയാണെന്ന് അറിയാമോ? ഇത് നമ്മുടെ തിരുവനന്തപുരം ആറ്റുകാൽ ക്ഷേത്രമാണ്. നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന തിരുവനന്തപുരത്തെ ഒരു ക്ഷേത്രമാണ്. അതായത് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണല്ലോ. പല സ്ഥലത്തുനിന്നും ആളുകൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ട്രിവാൻഡ്രത്ത് വരാറുണ്ട്. അതുകൊണ്ട് അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ആറ്റുകാൽ ദേവീ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ നവരാത്രിയുടെ തുടക്കങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ, തുടക്ക ദിവസം ആയതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഘോഷയാത്രയൊക്കെ ഉണ്ട് ദേവിയുടെ. അപ്പോൾ അങ്ങനെ അതിനായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇങ്ങനെ വരിയായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ചെണ്ടകൊട്ടും ദേവിയുടെ ഫോട്ടോ എഴുന്നള്ളിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറകിലാണ് ഇങ്ങനെ വരിയായിട്ട് ആൾക്കാർ പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തൊഴാനായിട്ട് കയറുകയാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പുറത്തുള്ള ഇതൊക്കെയാണ്. ഇന്നിവിടെ ഒത്തിരി ഡാൻസ് പ്രോഗ്രാം അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഇന്ന് മുതൽ ഇനി നവരാത്രി നമ്മുടെ പൂജവെപ്പ് കഴിയുന്നത് വരെയും ഇവിടെ പ്രോഗ്രാംസ് ഉണ്ട്. ഇവിടെ നിന്നല്ല, നമ്മുടെ തിരുവനന്തപുരത്ത് ഒരുപാട് ക്ഷേത്രമുണ്ട്. ഇവിടെ പൂജപ്പുരയിലാണ് മെയിനായിട്ടുള്ള ഇതൊക്കെ ഉള്ളത്. പൂജപ്പുരയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചെന്തിട്ട ദേവീക്ഷേത്രം. അങ്ങനെ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഈ പൂജ വൈപ്പ് നവരാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സംഭവം തന്നെയാണ് കേട്ടോ. എല്ലാ ദേവീക്ഷേത്രങ്ങളിലും ഭയങ്കര രസമാണ്, ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. പ്രത്യേക പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ഉത്സവം പോലെ തന്നെയാണ് കേട്ടോ ഇവിടെ ഈ നവരാത്രി എന്ന് പറയുമ്പോഴേക്കും. എല്ലാ ദേവീക്ഷേത്രങ്ങളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ വന്നു, ഉണ്ണിയപ്പമൊക്കെ വാങ്ങി കഴിച്ചതാണ്. അവിടുന്ന് ഉണ്ണിയപ്പമൊക്കെ വാങ്ങി ഇങ്ങനെ കഴിച്ചിട്ട് നിൽക്കണം. അപ്പോൾ ഞങ്ങൾ തൊഴുതിട്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും, അതായത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആൾക്കാരല്ലാതെ വേറെ ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരൊക്കെ കാണുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ട്രിവാൻഡ്രത്ത് ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതും. കാരണം ഒരുപാട് ആൾക്കാർ വരാറുണ്ടല്ലോ. അപ്പം വേറെ ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ട്രിവാൻഡ്രത്ത് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ പൊങ്കാലയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഡാൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ. ഇവരുടെ മാത്രമല്ല, ഒരു എന്താ പറയുക, ഒരു 6 മണി തൊട്ട് ഒരു 8-9 മണി വരെയും പരിപാടികളൊക്കെ ഉണ്ട്. ഓരോ സംഘടന, അതായത് ഏതെങ്കിലും ഒരു റെസിഡൻസ് അസോസിയേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡാൻസ് ട്രൂപ്പിൽ നിന്ന് വരുന്നതോ അങ്ങനെയൊക്കെ ഒരു ദിവസം തന്നെ ഒരു 3-4 ആൾക്കാരുടെ 3-4 ട്രൂപ്പിൻ്റെ പരിപാടി ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇതൊരു കൊച്ചുകുട്ടികളുടെയാണ്, ഇതൊരു സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളുടെ ഡാൻസാണ് ഈ നടക്കുന്നത്. അപ്പോൾ ഇവരുടേത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറെയും 2-3 ടീംസും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഫുൾ ടൈം എന്തായാലും 9-10 മണി വരെയൊക്കെ പരിപാടി ഉണ്ടായിരിക്കും. ഞങ്ങൾ ഫുള്ളൊന്നും കാണാൻ നിന്നില്ല കേട്ടോ. ഞങ്ങളൊരു 8 മണി വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ തന്നെ. 8 മണിയല്ല, ഒരു 7-7:30 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ തന്നെ. ചുറ്റിപ്പറ്റി കറങ്ങിയൊക്കെ കണ്ടിട്ട് ദേവി തൊഴുതിട്ട് പിന്നെ ബാക്കി ഡാൻസൊക്കെ കണ്ടു. അവിടേക്ക് കറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാ ചെയ്തത്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടോ, നാരങ്ങ വിളക്ക് കത്തിക്കുകയാണ്. വന്നിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ഇത് മൊത്തം നാരങ്ങ വിളക്ക് കത്തിക്കുന്നതാണ് കേട്ടോ. ദേവിക്ക്, ആറ്റുകാൽ ദേവിയുടെ ഒരു പ്രസിദ്ധമായ ഒരു ഇതാണ് ഇവിടെ നാരങ്ങ വിളക്ക് കത്തിക്കുക എന്നുള്ളത്. ഇവിടുത്തെ ഭയങ്കര വിശ്വാസമാണ്. കത്തിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് തിരുവനന്തപുരംകാർക്ക് ഒരു വികാരം തന്നെയാണ് കേട്ടോ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. കാരണം എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ പുറത്ത് വേറെ ജില്ലകളിലുള്ളവർക്കായിരുന്നാലും അറിയാമല്ലോ. അതൊരു തിരുവനന്തപുരത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഉത്സവം തന്നെയാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം. തിരുവനന്തപുരം മൊത്തം ആൾക്കാർ നിറഞ്ഞുകൂടി, എന്താ പറയുക, അങ്ങനെ വേറെ ഒരു സ്ഥലത്തും ഉണ്ടാവില്ല ഇത്രയും ഒരു പൊങ്കാലയ്ക്ക് ഇത്രയും ഒരു ഇത്. അത്രയ്ക്കും നല്ലൊരു ഇതാണ് ഇവിടുത്തെ പൊങ്കാലയും വിശേഷങ്ങളും. അത് ഇനി അടുത്ത ട്രൂപ്പൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡാൻസിന്. ഇനിയും ഉണ്ട്, ഇവർ മാത്രമല്ല വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരുപാട് ട്രൂപ്പുണ്ട്. അതുപോലെ തന്നെ നാളെയും ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ തൊഴുത് ഇറങ്ങിയായിരുന്നു. പിന്നെ ഇത് അവിടെ തന്നെ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കയറിയതാണ്. ഞങ്ങൾക്ക് മസാല ദോശയൊന്നും കഴിക്കാനുള്ള വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല ആർക്കും. അപ്പോൾ ജസ്റ്റ് ഒരു കോഫി, പിന്നെ കോൾഡ് കോഫി, പിന്നെ ചായ, അങ്ങനെയൊക്കെ മാത്രമേ കഴിച്ചുള്ളൂ. വേറെ ഒന്നും ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല. ലൈറ്റായിട്ട് കുറച്ച് ഡ്രിങ്ക്സ് മാത്രം കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നവരാത്രി ആഘോഷങ്ങളൊക്കെ നടക്കുന്ന പൂജപ്പുര മണ്ഡപവുമുണ്ട് ട്രിവാൻഡ്രത്ത്. അപ്പോൾ അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. പക്ഷേ ഞങ്ങൾക്ക് അത് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ഇതൊന്നും അല്ലായിരുന്നു. ഒന്ന് നിൽക്കാൻ കൂടി സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.